സൈനിക നീക്കങ്ങൾ വർദ്ധിപ്പിച്ച് അമേരിക്ക. യുഎസിന്റെ ഖത്തറിലെ അൽ ഉദൈദ് വ്യോമത്താവളം കേന്ദ്രീകരിച്ച് യുദ്ധവിമാനങ്ങളുടെ സാന്നിധ്യം അടക്കം വർദ്ധിപ്പിച്ചതായാണ് വിവരം. ഇറാനിലെ സ്ഥിതിഗതികൾ കലുഷിതമായി തുടരുന്നതിനിടെയാണ് അമേരിക്കയുടെ ഈ നീക്കം. ഇറാനിൽ നിന്ന് 200 മുതൽ 300 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന യുഎസിന്റെ ഏറ്റവും വലിയ സൈനിക താവളങ്ങളിൽ ഒന്നാണ് അൽ ഉദൈദ്. ഞായറാഴ്ച രാത്രി B-52 ബോംബർ വിമാനങ്ങളടക്കം അൽ ഉദൈദ് വ്യോമതാവളത്തിൽ നിന്ന് പറന്നുയർന്നതായി ഇസ്രയേലിലെ മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാൻ വിഷയത്തിൽ നയതന്ത്ര മാർഗത്തിലൂടെയുള്ള പരിഹാര മാർഗങ്ങൾ തേടുമെന്ന് US ആവർത്തിച്ചു പറയുമ്പോഴും ഇതിനൊപ്പം സൈന്യത്തെ പൂർണ്ണ സജ്ജമാക്കുന്ന നടപടിയും തുടരുകയാണെന്നാണ് വിലയിരുത്തൽ. ഇറാനിലെ നിലവിലെ സാഹചര്യത്തിൽ തങ്ങളുടെ പൗരന്മാർ ഉടൻ രാജ്യം വിടണമെന്നും US നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 10,000-ലേറെ US സൈനികരാണ് അൽ ഉദൈദ് വ്യോമതാവളത്തിലുള്ളത്. കഴിഞ്ഞ വർഷം ജൂണിൽ ഈ വ്യോമതാവളം ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ US ആക്രമിച്ചതിന് പിന്നാലെയാണ് USന്റെ സൈനിക താവളത്തിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. എന്നാൽ ഈ ആക്രമണത്തെ ഫലപ്രദമായി പ്രതിരോധിച്ചതായി USഉം ഖത്തറും അറിയിച്ചിരുന്നു. ഇറാനിൽ ശക്തമായ നടപടികൾ ആലോചിക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പ്രതിഷേധക്കാരെ കൊല്ലുന്നത് തുടർന്നാൽ ഇറാനിൽ US സൈനിക നടപടിക്ക് ഇറങ്ങുമെന്നും ട്രംപ് വ്യക്തമാക്കി. അതേസമയം യുദ്ധമായാലും ചർച്ചയായാലും രണ്ടിനും ഇറാൻ തയ്യാറാണെന്നായിരുന്നു വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇതോടെ USഉം ഇറാനും തമ്മിൽ ചർച്ചയുണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ടായി. ചർച്ചയ്ക്കായി ഇറാൻ തന്നെ വിളിച്ചു പറഞ്ഞതായി ട്രംപ് അവകാശപ്പെട്ടു. അവരുമായി ഉടൻ US കൂടിക്കാഴ്ച നടത്തുമെന്നും എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പായി ഇറാനിൽ എന്ത് സംഭവിക്കുന്നതെന്ന് അനുസരിച്ച് പ്രതികരിക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് പിന്നാലെയാണ് ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് ട്രംപ് 25% തീരുവ പ്രഖ്യാപിച്ചത്. ഇറാനുമായി വ്യാപാര ബന്ധമുള്ള രാജ്യങ്ങൾ അമേരിക്കയുമായി നടത്തുന്ന ഏതൊരു ഇടപാടിനും 25% തീരുവ നൽകുമെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. ഇറാനിൽ എന്തു ചെയ്യണമെന്ന് ചർച്ച ചെയ്യാൻ മുതിർന്ന ഉപദേഷ്ടാക്കളുമായി ട്രംപ് ഇന്ന് ചർച്ച നടത്തുന്നുണ്ട്. അതിൽ സൈനിക നടപടി, രഹസ്യ സൈബർ ആക്രമണം, ഉപരോധം വർദ്ധിപ്പിക്കൽ, ഇറാൻ ഭരണകൂട വിരുദ്ധ ഉറവിടങ്ങളെ ഓൺലൈനായി സഹായിക്കൽ എന്നിവ പരിഗണിക്കുമെന്ന് ഒരു US ഉദ്യോഗസ്ഥനെ ഉദ്ദേശിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. അതിനിടെ ഇറാനിലെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നായിരുന്നു വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ അവകാശവാദം. പ്രക്ഷോഭത്തെ അപലപിച്ചുകൊണ്ട് ഇറാൻ ഭരണകൂടത്തിന്റെ അനുകൂലികൾ തിങ്കളാഴ്ച റാലി നടത്തി. രാജ്യത്തെ ക്രമസമാധാന നില നിലവിൽ നിയന്ത്രണാവിധേയമാണെന്ന് അരാക്ചി അവകാശപ്പെട്ടിരുന്നു. ഇറാൻ റിയാലിന്റെ മൂല്യത്തകർച്ച എന്നിവയ്ക്കെതിരെ ഡിസംബർ 28-നാണ് ഇറാൻ ജനത തെരുവിലിറങ്ങിയത്. അത് ഭരണവിരുദ്ധ പ്രക്ഷോഭമായി പരിണമിക്കുകയായിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.